ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും എക്സാമിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ബേസിക് സയൻസിന് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തന്നാലോ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കും അതും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മക്കൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അതായത് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡുകളെയോ അല്ലെങ്കിൽ ബേസുകളെയോ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ്, സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. അല്ലേടാ മക്കളെ? യെസ്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഏതൊക്കെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് വെച്ചാൽ, ആദ്യത്തെ ആളാണ് ലിറ്റ്മസ് പേപ്പർ. എല്ലാ കുട്ടികൾക്കും അറിയാം ലിറ്റ്മസ് പേപ്പർ, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ലിറ്റ്മസ് പേപ്പറിൽ ആസിഡിന്റെ കളർ അല്ലെങ്കിൽ ബേസിന്റെ കളർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. ആസിഡ് ആണെങ്കിൽ അതിനെന്ത് കളറായിരിക്കും മക്കളെ? റെഡ് കളറായിരിക്കും അഥവാ ചുവപ്പ് കളറായിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പൊ ആസിഡ് ആണെങ്കിൽ അതൊരു ചുവപ്പ് കളർ ഇങ്ങനെ കാണിക്കും, ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് കളർ കാണിക്കും. എന്നാൽ ബേസിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് കളറായിരിക്കും മക്കളെ? അതിനൊരു നീല കളറായിരിക്കും, അല്ലെ? ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ നീല കളറായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ആസിഡിൽ അത് ചുവപ്പ് കളർ കാണിക്കുന്നു, ബേസിൽ അത് നീല കളർ കാണിക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ലിറ്റ്മസ് പേപ്പർ നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ആളാണ് ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആള്. ഫിനോഫ്തലീൻ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് ഫിനോഫ്തലീൻ എന്ന് പറയുമ്പോൾ അത് ആസിഡിൽ എന്ത് കളർ കാണിക്കുന്നു മക്കളെ? നോക്കണേ. ആസിഡ് എന്ത് കളർ കാണിക്കുന്നു? ഇതിൽ പ്രത്യേക കളർ ഒന്നും കാണൂല, അതായത് ചേഞ്ച് ഉണ്ടാവില്ല, കളർ ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് കളർലെസ് എന്നാണ് നമ്മൾ വിളിക്കുക. കളർലെസ്, നിറമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും എന്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതേ കളർ തന്നെ ആയിരിക്കും ഉണ്ടാകുക, നിറമില്ലാത്തത്. ഓക്കെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ അകത്തേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു, കളർ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല, അങ്ങനെ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. എന്നാൽ ബേസിലേക്ക് വരുമ്പോൾ അതിനെന്ത് കളറായിരിക്കും മക്കളെ? അതിനെന്ത് കളറായിരിക്കും? അതിന് ഒരു പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു നോക്കണേ. ഒരു പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഫിനോഫ്തലീൻ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൂചന, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. നിങ്ങളോട് ചിലപ്പോൾ കുറച്ച് ആസിഡുകൾ തരും, കുറച്ച് ബേസുകൾ തരും. അപ്പോൾ ചൂടെ തന്നിരിക്കുന്നവയിൽ ഫിനോഫ്തലീൻ കാണിക്കുന്ന കളറുകളൊക്കെ നമ്മളോട് ലിസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആസിഡ് ആണെങ്കിൽ മക്കൾ എഴുതേണ്ടത് അതിന് പ്രത്യേകം കളറൊന്നും കാണിക്കില്ല, ഇറ്റ് ഈസ് കളർലെസ് എന്നാണ് കാണിക്കുക, അല്ലെങ്കിൽ കളർലെസ്, നിറമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ബേസിലേക്ക് വരുന്ന സമയത്ത് അത് പിങ്ക് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ലിറ്റ്മസ് പഠിച്ചു, രണ്ടാമതായിട്ട് ഫിനോഫ്തലീൻ പഠിച്ചു, മൂന്നാമതായിട്ട് വരുന്നു മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. മീഥൈൽ ഓറഞ്ച്. അപ്പൊ മീഥൈൽ ഓറഞ്ചിലേക്ക് വരുന്ന സമയത്ത് ആസിഡിൽ എന്ത് കളറാണ് മക്കളെ? ആസിഡില് ശ്രദ്ധിച്ചോണേ മക്കളെ, ആസിഡില് റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. ചുവപ്പ് കളർ, ചമര അല്ലെ, ചുവപ്പ് കളർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. എന്നാൽ ബേസിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് കളർ കാണിക്കുന്നറിയോ? അതായത് മീഥൈൽ ഓറഞ്ച് കാണിക്കുന്ന കളറാണ് യെല്ലോ അഥവാ മഞ്ഞ കളറാണ് കാണിക്കുക. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളം. A to Z കാര്യങ്ങൾ നമ്മളോട് സാധാരണ എക്സാമിന് ചോദിക്കുന്നത്. അതായത് 3 കള്ളികളൊക്കെ വരയ്ക്കും, അതായത് ഇങ്ങനെയാണ് തരിക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ 3 ഈ കോളങ്ങളൊക്കെ തന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ലിറ്റ്മസ് പേപ്പർ എന്ന് കാണിക്കുന്നു, ഇവിടെ ഫിനോഫ്തലീൻ എന്ന് എഴുതി വെക്കും, അതേപോലെ തന്നെ ഇവിടെ മീഥൈൽ ഓറഞ്ച് എന്ന് എഴുതി വെക്കും. എന്നിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തരും. ഏതൊക്കെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇവിടെ സോപ്പ് സൊല്യൂഷൻ, അതേപോലെ തന്നെ ലെമൺ ജ്യൂസ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ തന്നിട്ട് അതിൽ നിങ്ങൾ ലിറ്റ്മസ് പേപ്പറിൽ എന്ത് കാണിക്കുന്നു? ഫിനോഫ്തലീൻ എന്ത് കാണിക്കുന്നു? മീഥൈൽ ഓറഞ്ചിൽ എന്ത് കാണിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയണം. അതായത് തന്നിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ആദ്യം തിരിച്ചറിയണം. അതിനുശേഷം ലിറ്റ്മസ് പേപ്പർ, ഇപ്പൊ ബേസ് ആണ് ഇവിടെ തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ കളർ ആയിരിക്കും കാണിക്കുക. ഇനി ഫിനോഫ്തലീൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിനോഫ്തലീൻ ആണെങ്കിൽ ബേസിൽ എന്ത് കളറായിരിക്കും? പിങ്ക് കളർ ആയിരിക്കും കാണിക്കുക. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും കാണിക്കുക. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന് ലിറ്റ്മസ് പേപ്പർ, രണ്ടാമത്തത് ഫിനോഫ്തലീൻ, ആൻഡ് മൂന്നാമത്തത് മീഥൈൽ ഓറഞ്ച്. A to Z കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കും എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ട നിമിഷം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ അങ്ങനെ പൊടിപൂരമായിട്ടോ ഈ വർഷത്തെ ബേസിക് സയൻസ് നമ്മൾ തൂക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എജുപുടന്റെ മുഴുവൻ ലൈവുകൾ എന്ത് ചെയ്യുക? മക്കള് നന്നായിട്ട് കാണുക. ഇനി നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളെ കൂട്ടുകാരന്മാരോടും കൂട്ടുകാരികളൊക്കെ പറയാം. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഗുഡ് ബൈ.